റസിയാസ് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മീൻ പത്തിരിയാണ്. നമ്മളിവിടെയൊക്കെ ഇതിന് പൊയ്ങ്ങപ്പത്തിൽ എന്ന് പറയും. പൊയ്ങ്ങപ്പത്തിൽ ആവിയിൽ വേവിച്ച് എടുക്കുന്നതുകൊണ്ടാണ് പൊയ്ങ്ങപ്പത്തിൽ എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു മീൻ പത്തിരിയാണ്. ഇതിന് മുന്നേ ഞാൻ ചെമ്മീൻ വെച്ചിട്ട് ചെമ്മീൻ പത്തിരി ഇതുപോലെ ഉണ്ടാക്കിയിരുന്നു. ഇത് തമ്മിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ, ചെറിയൊരു വ്യത്യാസം മാത്രം. മസാലയെല്ലാം സെയിം തന്നെ, ചെമ്മീൻ പകരം മീൻ വെക്കുന്നതെന്ന് മാത്രം. പിന്നെ അരിമാവിൽ കുറച്ച് മസാലകൾ കൂടുതൽ ചേർക്കുന്നുണ്ട്. നല്ല ഫ്രഷ് വെള്ള ആവോലി കിട്ടിയപ്പോൾ ഇന്ന് നല്ലൊരു മീൻ പത്തിരി ഉണ്ടാക്കി നിങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങാം. നല്ല വെള്ള ആവോലി കിട്ടിയിട്ടുണ്ട്. ഞാനത് കഷ്ണങ്ങളായി മുറിച്ച് വരഞ്ഞു വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കിനി മസാല പുരട്ടണം. അതിനുവേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയം വെക്കണം. ഇതിനുവേണ്ടി നല്ല മീൻ ഏത് വേണമെങ്കിലും എടുക്കാം. വെള്ള ആവോലി അല്ലെങ്കിൽ ബ്ലാക്ക് ആവോലി അല്ലെങ്കിൽ അക്കൂറ, ചെമ്മീൻ, ഇങ്ങനെയുള്ള നല്ല മീനുകൾ ചേർത്താണ് സാധാരണയായി മീൻ പത്തിരി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അരി കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ പൊന്നിയരി 2 കപ്പ് പൊന്നിയരി നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്ത് 3-4 മണിക്കൂർ വെക്കണം. എന്നിട്ട് അതിലേക്ക് 1 ഉള്ളി, പിന്നെ 1 കപ്പ് തേങ്ങ, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, ഇത്രയും ചേർത്താണ് ഞാൻ അരച്ചെടുത്തത്. അരി കട്ടിയായി കുഴച്ചെടുക്കണം. മിക്സിയിൽ അരക്കുന്നതുകൊണ്ട് ലൂസായി പോയതുകൊണ്ടാണ് അരിപ്പൊടി കൂട്ടി കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ 3 ഉള്ളി നേരിയതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ചതച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില, തക്കാളി, 2 തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തേങ്ങപ്പാൽ പോലെ നല്ല നേർമയായി അരച്ചെടുത്ത തേങ്ങയാണ്. ആദ്യമായിട്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കണം. മീനെല്ലാം പൊരിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഓയിൽ കുറേ ഭാഗം ഒഴിവാക്കിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ചേർത്തിട്ട് നമുക്ക് മസാല തയ്യാറാക്കണം. നമ്മൾ മാറ്റി വെച്ച മീൻ പൊരിച്ച ഓയിലിൽ തന്നെ നമുക്ക് മസാല തയ്യാറാക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിച്ചിട്ട് മറ്റു മസാലകൾ ചേർത്ത് വാട്ടിയെടുക്കണം. ചതച്ച പച്ചമുളക് ചേർക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർക്കണം. കറിവേപ്പിലയും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് തക്കാളിയും ചേർക്കാം. തക്കാളി നന്നായി വഴറ്റിയെടുക്കണം. നന്നായി വഴന്ന് നല്ല ഉടഞ്ഞതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ഉള്ളി ചേർക്കണം. ഇനി നമുക്കിതിൽ ഉള്ളി ചേർക്കണം. ഉള്ളി ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൽ ഒരു വിസിലിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഉള്ളി എണ്ണയിൽ നിന്ന് വാടി കിട്ടാൻ കുറേ സമയമെടുക്കും. നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുകയില്ല. അതിനുവേണ്ടിയാണ് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുത്തത്. ഒരു വിസിലിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായി അടിഞ്ഞ് കിട്ടും. അപ്പോൾ ഉള്ളിയും ഈ മറ്റ് മസാലകളും ചേർത്ത് നല്ല സ്മൂത്തായിട്ടുള്ളൊരു മസാല കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്കിതിൽ മസാലപ്പൊടികൾ ചേർക്കണം. ആദ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും. നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് സമയം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെക്കണം. എല്ലാം കൂടി ഒന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ചേർക്കേണ്ടത് തേങ്ങ അരച്ചതാണ്. നല്ല തേങ്ങാപ്പാൽ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലായാലും മതി. തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ നന്നായി കലക്കിയെടുത്തതോ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഏറ്റവും അവസാനം 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിയിലയും ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്ക് മീൻ ഇതിൽ ചേർത്തിട്ട് കുറച്ച് സമയം മൂടി വെക്കണം.
ഇനി നമുക്ക് അരിമാവ് 2 വാഴയിലയിൽ 2 പത്തിലായിട്ട് നേരിയതായിട്ട് പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം 2ലും മസാല വെച്ച് പിന്നെ ആവശ്യത്തിന് 1-2 പീസ്, ഞാൻ 1 പീസ് മീൻ മാത്രമേ വെക്കുന്നുള്ളൂ, 1 പീസ് മതിയാവും. മീൻ വെച്ചിട്ട് നമുക്ക് ഒന്നിനോട് അടച്ചെടുക്കണം. കുറച്ച് സാവധാനം ചെയ്യേണ്ടതാണ്. അപ്പോൾ മസാല ഞാൻ 2 പത്തിലും ചേർക്കുന്നുണ്ട്. രണ്ട് പത്തിലും മസാല ആദ്യം ചേർക്കണം. മീൻ വെച്ചിട്ട് നമുക്കിത് ഒരില മറ്റേ ഇലയിലേക്ക് അടച്ച് വെക്കണം. അത് സാവധാനം ചെയ്യണം. സാവധാനം അടച്ച് വെച്ച് ഇലയെടുത്തതിന് ശേഷം വിരൽ കൊണ്ട് നന്നായിട്ട് ചുറ്റിലും എല്ലാ ഭാഗവും നന്നായിട്ട് അടച്ച് വെക്കുക. മസാല പുറത്ത് വരാത്ത രീതിയിൽ എല്ലാ ഭാഗവും വിരൽ കൊണ്ട് നന്നായിട്ട് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. രണ്ടാമത് ഒന്നുകൂടി ഞാൻ പരത്തി കാണിക്കാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ ഓൾ എന്ന ഓപ്ഷനും പ്രസ് ചെയ്താലേ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ആവിച്ചെമ്പിലിൻ്റെ തട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. വെന്തിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് രാത്രിത്തെ ഫുഡായിട്ട് കഴിക്കാം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ യാത്ര പോകുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് തന്നെ പുതിയൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും സലാം.